Hi dears, welcome to my YouTube channel. Standard 7 Social Science 11th Chapter Against Discrimination വിവേചനത്തിനെതിരെ എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 1 വീഡിയോയാണിത്. സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസിൻ്റെ മുൻ ചാപ്റ്റേഴ്സുകളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വർണ്ണവിവേചനം അഥവാ അപ്പാർത്തൈഡ് ദീർഘകാലം നിലനിന്നിരുന്ന രാജ്യമാണ് ഏത്? സൗത്ത് ആഫ്രിക്ക. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വർണ്ണവിവേചനത്തെക്കുറിച്ചും വർണ്ണവിവേചനത്തിനെതിരെ പടപൊരുതിയ നെൽസൺ മണ്ടേലയെക്കുറിച്ചൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ മഹത് വ്യക്തിയായിരുന്നു നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് 3 ദശാബ്ദത്തോളം ജയിൽവാസം വരെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. 1962 പ്രിട്ടോറിയയിലെ കോടതിയിൽ വെച്ച് വിചാരണ വേളയിൽ നടത്തിയ പ്രശസ്തമായ നെൽസൺ മണ്ടേലയുടെ പ്രസ്താവനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. നോക്കൂ. ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെൻറ്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല. എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവം ഞങ്ങളെ പറഞ്ഞുവിടുന്നു. അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭ്യമാക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? I feel oppressed by the atmosphere of white domination that lurks all around in this courtroom. It calls to mind the inhuman injustices caused to my people by the same white domination. It reminds me that I am voteless because of this parliament. We are without land and forced to occupy poverty-stricken reserves, overpopulated and overstocked. I raise the question, how can I be expected to believe that this same racial discrimination, which has been the cause of so much injustice and suffering right through the years, should now operate here to give me a fair and open trial? ഒരു വൈറ്റ് മജിസ്ട്രേറ്റ് നയിക്കുന്ന വൈറ്റ് മാൻസ് ലോ മാത്രം പാലിക്കുന്ന ഒരു കോടതിയിൽ തനിക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്നാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്. ഈ വേൾഡ് മാപ്പ് നോക്കൂ. ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻ വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് സൗത്ത് ആഫ്രിക്ക ലൊക്കേറ്റഡ്? സൗത്ത് ആഫ്രിക്ക ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി കോണ്ടിനെൻറ്റ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്ക വൻകരയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. റെഡ് ആരോ ഇട്ട ലൈറ്റ് പിങ്ക് കളറിൽ കാണുന്ന ഭാഗം കണ്ടോ? അതാണ് സൗത്ത് ആഫ്രിക്ക. അതിൽ ബ്ലാക്ക് ഡോട്ട് കാണുന്നതാണ് ക്യാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് ശുഭപ്രതീക്ഷ മുനമ്പ്. രണ്ടാമത്തേതാണ് ജോഹന്നാസ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരവും ഏറ്റവും വലിയ സാമ്പത്തിക വാണിജ്യ കേന്ദ്രവുമാണ് ഏത്? ജോഹന്നാസ്ബർഗ്. ഇനി ദക്ഷിണാഫ്രിക്കയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും നോക്കാം. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. വിശാലമായ തീരപ്രദേശങ്ങൾ, വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും,
ഉയർന്ന പർവ്വതനിരകൾ, വൻ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യസമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. South Africa is a country that is located at the southernmost tip of the African continent, sharing its borders with the Indian Ocean and the Atlantic Ocean. South Africa has its own diverse geographical features: broad coastal lands, vast plains and plateaus, lofty mountain ranges, great rivers, waterfalls and dry deserts make this country unique. The wealth from inland agrarian lands and mines, weather and human resources attracted the Europeans to South Africa. അതായത് ഇത്തരത്തിലുള്ള ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനവും സമുദ്രങ്ങളുടെ സാമീപ്യവും ഭൂപ്രകൃതിയും ഖനിസമ്പത്തുകളുമാണ് യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത്. It was South Africa's geographical position, proximity to the ocean, and natural wealth that attracted Europeans to this country. Next, ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടം ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. The Cape of Good Hope is situated at the southernmost tip of the African continent on the shores of the Atlantic. To reach the countries in the Asian continent like India, the Europeans had to sail through the Atlantic Ocean encircling the African continent. As this cape gave the navigators the hope to reach Asia, it was named Cape of Good Hope. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് അറ്റ്ലാന്റിക് ഓഷ്യന് തീരത്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് ഇത് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. വാസ്കോഡ ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയത് ഈ മുനമ്പ് ചുറ്റിയായിരുന്നു. നെക്സ്റ്റ് നമുക്ക് കോളനിവൽക്കരണം എന്താണെന്ന് നോക്കാം. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. Colonization is the political, social, economic and cultural domination and control of one country over another region and its people. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ മേൽ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ അധികാരം സ്ഥാപിക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? കോളനിവൽക്കരണം അഥവാ കോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോളനിവൽക്കരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുന്നു എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമൊന്ന് വായിക്കാം. നോക്കൂ. സാൻ, ഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്രവിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങി. 17-ാം നൂറ്റാണ്ടോടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് സ്വാധീനം ശക്തമാകുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു.
18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. The first inhabitants of South Africa were tribal people who belonged to the groups San and Xhosa. It was the tribal groups from the other parts of Africa who migrated to this place for the first time. Towards the end of the 15th century, the Europeans started their expeditions to South Africa. By the 17th century, the Dutch became influential in South Africa and Cape Town became their majority colony. By the 18th century, the British reached South Africa. They decided to make South Africa their colony with the aim to acquire more land areas in different parts of the world, to capture the immense wealth of Africa, to establish supremacy over other European countries, and to make it a temporary point of halt on their journey to the Asian continent. ആരെല്ലാമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ? സാൻ, ഖോസ ജനവിഭാഗങ്ങൾ. ആരൊക്കെയാണ് സാൻ, ഖോസ ജനവിഭാഗങ്ങൾ? അതൊന്ന് ഓർത്ത് വെക്കണേ. ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയത് ആഫ്രിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഗോത്ര വിഭാഗക്കാരായിരുന്നു. പിന്നീട് 15th സെഞ്ച്വറിയിലെ യൂറോപ്യൻസ് എത്തിത്തുടങ്ങി. 18th സെഞ്ച്വറിയോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിലെത്തുകയും ദക്ഷിണാഫ്രിക്കയെ അവരുടെ കോളനിയാക്കുകയും ചെയ്തു. ഇനി എന്തൊക്കെ ലക്ഷ്യങ്ങളായിരുന്നു ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി, അതുപോലെ ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കാൻ വേണ്ടി, ഏഷ്യയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കാൻ വേണ്ടിയിട്ട്, ഇതിനെല്ലാം വേണ്ടിയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കിയത്. ആഫ്രിക്ക ദിയർ കോളനി വിത്ത് ദ എയിം ടു അക്വയർ more land areas in different parts of the world, to capture the immense wealth of Africa, to establish supremacy over other European countries, to make it a temporary point of halt on their journey to the Asian continent.